പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. ഇന്ത്യ US വ്യാപാര കരാറിന്റെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് എന്ത് തീരുമാനമെടുത്താലും മോദി അതിനെ അക്ഷരം പ്രതി അനുസരിക്കും, വേണമെങ്കിൽ അതിനെ സൗജന്യമായി വഴങ്ങുമെന്നും ആണ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിക്കുന്നത്. എന്നാൽ ഏത് സമയം വിദേശ യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് എന്തർഹതയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാൻ എന്നതാണ് പൊതുജനങ്ങളടക്കം ചോദിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പരസ്പര ടാരിഫുകൾ പ്രാബല്യത്തിൽ വരാൻ 3 ദിവസം മാത്രം ശേഷിക്കെയാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു വിമർശനം അഴിച്ചുവിടുന്നതും. ഇന്ത്യ അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് തങ്ങളുടെ താൽപര്യങ്ങൾക്ക് അത് സംരക്ഷിച്ചാൽ മാത്രമാണ് എന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അതിനെ വാദിച്ചതിന് പിന്നാലെയാണിപ്പോൾ ഗാന്ധിയുടെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ജൂലൈ 9 മുമ്പായി തന്നെ ഇന്ത്യയും US തമ്മിലുള്ള ഒരു ഇടക്കാല വ്യാപാര കരാർ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ പുറത്തുവരുന്നതും. ഏപ്രിൽ 2 തന്റെ വിമോചന ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവ പ്രഖ്യാപിച്ചിരുന്നുവെന്നും പിന്നീട് US പ്രസിഡന്റ് 90 ദിവസത്തേക്ക് ടാരിഫുകൾ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചു. രാജ്യങ്ങൾക്ക് US ഒരു കരാറിലെത്താൻ ഇതുവരെയും അനുവദിച്ചില്ല എന്നും അതുപോലെ തന്നെ ചോളം, സോയാബീൻ തുടങ്ങിയ അമേരിക്കൻ കാർഷിക ഇറക്കുമതികളുടെ തീരുവ കുറയ്ക്കുന്നതിലൂടെ തന്നെ ഇന്ത്യയുടെ കടുത്ത നിലപാടാണ് ഒരു പ്രധാന തടസ്സമായി പറയുന്നത്. ഇന്ത്യയിൽ 80 ദശലക്ഷത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്ന ക്ഷീരമേഖലയിലേക്ക് കൂടുതൽ പ്രവേശനം നൽകണമെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യവും ഇപ്പോൾ തർക്കവിഷയമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ ഒരിക്കലും സമയപരിധിയോ അല്ലെങ്കിൽ സമ്മർദ്ദമോ അടിസ്ഥാനമാക്കിക്കൊണ്ട് വ്യാപാര കരാറുകളിൽ ഏർപ്പെടില്ല എന്ന് പീയൂഷ് ഗോയൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ ഒരു കരാറായിരിക്കണമെന്നും ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ മാത്രമേ ഒരു നല്ല കരാർ രൂപീകരിക്കപ്പെടുവാൻ അല്ലെങ്കിൽ അങ്ങനെ സാധ്യതയുള്ളൂവെന്നും വികസിത രാജ്യവുമായി ഇടപഴകാൻ ഇന്ത്യ എപ്പോഴും തയ്യാറാണ് എന്നായിരുന്നു പീയൂഷ് ഗോയലിന്റെ വാക്കുകൾ. എന്നാൽ ഈ വാക്കുകളെയെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും. അതേസമയം US വ്യാപാര കരാർ സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം രാജ്യത്തെ ജനങ്ങളുടെ താൽപര്യത്തെ ഹനിക്കാത്ത വിധത്തിലായിരിക്കുമെന്ന് തന്നെയാണ് അതായത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയതും. തിടുക്കപ്പെട്ടുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് മുൻപ് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച് US തുടർച്ചയായി തന്നെ ചർച്ചകൾ നടത്തി വരികയാണ് എന്നും അതുപോലെ തന്നെ പൊതുജന താൽപര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. US മികച്ച വ്യാപാര ബന്ധത്തിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. 2030 തന്നെ ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ എത്തിക്കാനുള്ള ലക്ഷ്യമാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഇന്ത്യ ഫസ്റ്റ് നയത്തിലെത്തുന്ന മുന്നേ 2047 വികസിത ഭാരതം സാക്ഷാത്കരിക്കുക എന്നതും കണക്കിലെടുത്തുള്ള ചർച്ചകളാണ് ഇരു രാജ്യങ്ങൾക്കിടയിലും നടന്നതെന്നും അതേപോലെ തന്നെ ഭീഷണികൾക്ക് വഴങ്ങാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ സർക്കാർ ഒരുക്കമല്ല എന്ന വാസ്തവം ഇതിനു മുൻപേ തന്നെ പലതവണ പീയൂഷ് ഗോയൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും. ചർച്ചകൾ സമയബന്ധിതമാകുന്നത് നല്ലതാണ് എന്നും പക്ഷേ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തിരക്കിട്ടുള്ള തീരുമാനങ്ങൾ ഒരിക്കലും ഞങ്ങൾ നടപ്പാക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ US വ്യാപാര കരാറിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കവെയായിരുന്നു പീയൂഷ് ഗോയൽ ഇത്തരമൊരു മറുപടി നൽകിയതും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ ഇറ്റലി ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ സംസാരിക്കവേ അദ്ദേഹം ഒരിക്കൽ വ്യക്തമാക്കിയതാണ്. ഇക്കൂട്ടരും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കരാർ സഹായമാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി അതുപോലെ ഇന്ത്യയും ഇറ്റലിയും കൂടുതൽ ബന്ധിപ്പിക്കുമെന്നും ഈ ഒരു കരാർ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.